സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രണയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നത് പോലും എന്തോ മഹാ അപരാധമെന്ന് കരുതിയിരുന്ന ഒരു തലമുറയുണ്ട്. എന്നാൽ ഇപ്പോൾ കാലം മാറി. പ്രണയവും സൗഹൃദവും ഒക്കെയാണ് കുട്ടികളുടെ ലോകം. വീട്ടിൽ നിന്ന് മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ സുരക്ഷിതരെന്നാണ് പല മാതാപിതാക്കളും കരുതാറുള്ളത്. മലപ്പുറം കരുവാരക്കുണ്ടിലെ 9ാം ക്ലാസ്സുകാരി കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂൾ യൂണിഫോം ധരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. രാത്രിയായിട്ടും അവൾ തിരിച്ചു വന്നില്ല. പിറ്റേന്ന് രാവിലെ റെയിൽവേ ട്രാക്കിന് സമീപം ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വന്നു. എന്താണ് അവൾക്ക് സംഭവിച്ചത്? 14-കാരിയെ കൊന്നത് കാമുകൻ തനിച്ചാണ്. ഇതോടൊപ്പം കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തിയ അച്ഛൻ ജീവനൊടുക്കിയ കേസും കൊല്ലത്ത് യുവാവിനെ അച്ഛനും സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മകൾ സ്കൂളിൽ നിന്നും തിരിച്ചു വരേണ്ട സമയമായിട്ടും അവളെ കാണാനില്ല. മലപ്പുറം കരുവാരക്കുണ്ടിലെ ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത ആശങ്കയായി. അധ്യാപകരുടെ ഫോണിലേക്കും കൂട്ടുകാരുടെ വീട്ടിലേക്കും വിളിച്ചു. അവളന്ന് സ്കൂളിലെത്തിയില്ലെന്നറിഞ്ഞതോടെ എന്തോ അപകടം മണത്തു. പിന്നീട് പോലീസിൽ പരാതി നൽകിയ ശേഷം നാടുനീളെ തിരച്ചിൽ. അപ്പോഴാണ് 9ാം ക്ലാസ്സുകാരിയുടെ പ്രണയത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. ഇതേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയും പെൺകുട്ടിയും തമ്മിൽ കുറച്ച് നാളുകളായി അടുപ്പത്തിലാണ്. 16-കാരനെ പോലീസ് പൊക്കിയതോടെ സംഭവത്തിൻ്റെ ചുരുളഴിയുന്നു. പിന്നാലെ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയതാകാമെന്നാണ് നിഗമനം. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാവിലെ 11 മണിയോടെയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വാണിയമ്പലത്തിനും തൊടിയാപ്പുലത്തിനും ഇടയിൽ റെയിൽവേ പുറമ്പോക്ക് സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. സ്കൂളിന്റെ മറുവശത്ത് കുട്ടി ബസ്സിറങ്ങിയതായി പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായില്ല. ഇതോടെ കുട്ടിയുടെ അമ്മ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് രാത്രി പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തി. 9ാം ക്ലാസ്സുകാരിക്ക് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി. ആദ്യം ഒന്നും അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് 16-കാരനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു. പിന്നാലെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത്. പെൺകുട്ടിയെ പ്രതി ബലാത്സംഗം ചെയ്തതെന്നും സൂചനയുണ്ട്. പെൺകുട്ടിയുടെ മൃതദേഹം 16-കാരനാണ് കാണിച്ചു കൊടുത്തത്. സ്കൂൾ യൂണിഫോമിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇരു കൈകളും പിറകിലോട്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്നു എന്ന് കാണിച്ച് അമ്മ നൽകിയ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് നേരത്തെ താക്കീത് ചെയ്തതാണ്. വൈകിട്ടോടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തായി 4 പേർ നടന്നു പോകുന്നത് കണ്ടതായി പറയുന്നുണ്ട്. അതിൽ കൊല്ലപ്പെട്ട കുട്ടിയും ഉണ്ടായിരുന്നതായാണ് സൂചന. അതിനാൽ തന്നെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നു. 16 വയസ്സുകാരൻ ഒറ്റയ്ക്കല്ല കൃത്യം ചെയ്തതെന്നും വേറെയും സഹായികളുണ്ടെന്നും കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ കരുവാരക്കുണ്ട് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 14 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസിന്റെ പിടിയിലായ 16-കാരൻ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും സൂചനകളുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മക്കളുടെ പ്രണയബന്ധങ്ങളെ അംഗീകരിക്കാൻ യാഥാസ്ഥിതികരായ മാതാപിതാക്കൾക്ക് ഒരല്പം പ്രയാസമല്ലേ? അതിന് പല കാരണങ്ങൾ കാണും. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളിലെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള ആശങ്ക, മക്കളുടെ ഭാവി, ദുരഭിമാനം. അതുകൊണ്ടാണ് പാലക്കാട് മംഗൽ ഡാമിലെ രാജാമണി അയൽവാസിയായ യുവാവുമായുള്ള മകളുടെ പ്രണയത്തെ എതിർത്തത്.
പക്ഷേ ആ എതിർപ്പ് ഇതുപോലൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് കരുതി കാണില്ല. മകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിനാണ് 47-കാരനെ അയൽവാസി കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊന്നത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി രാഹുലിനെ മംഗലം ഡാം പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗലം ഡാം തളികക്കല്ല് ആദിവാസി ഉന്നതിയിലുള്ള 47-കാരനായ രാജാമണിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. ഗുരുതരമായി പരിക്കേറ്റ രാജാമണിയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ അയൽവാസി രാഹുലിനെ മംഗലം ഡാം പോലീസ് അറസ്റ്റ് ചെയ്തു. രാജാമണിയുടെ മകളും രാഹുലും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ രാജാമണി ശക്തമായി എതിർത്തിരുന്നു. രാത്രി വീടിന് സമീപത്ത് വെച്ച് ഇതേ ചൊല്ലി വീണ്ടും തർക്കമുണ്ടാവുകയും പ്രകോപിതനായ രാഹുൽ കൊടുവാൾ ഉപയോഗിച്ച് രാജാമണിയെ വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. രാജാമണിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതി രാഹുലിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 പാലക്കാട്. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക ബാധ്യത ചിലപ്പോൾ കുടുംബ സമാധാനം തന്നെ തകർക്കാം. ഇതിനിടയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുവാക്കരുത് കേട്ടോ. കൊച്ചി എളമക്കരയിൽ നിന്നുള്ള സങ്കടകരമായൊരു വാർത്ത കേൾക്കണം. 6 വയസ്സുകാരിയെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ അച്ഛൻ്റെ ക്രൂരത. ആലപ്പുഴ സ്വദേശി പവിശങ്കറും മകൾ വാസുകിയുമാണ് മരിച്ചത്. ഭാര്യ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നമാണോ സാമ്പത്തിക ബാധ്യതയാണോ പവിശങ്കറെ ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാവിലെയാണ് ചേർത്തല പാണാവള്ളി സ്വദേശിയായ പവിശങ്കർ, മകൾ വാസുകി എന്നിവരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോണേക്കരയിലെ സെന്റ് സേവേഴ്സ് റോഡിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. മകളെ കിടക്കയിൽ കിടക്കുന്ന നിലയിലും പിതാവിനെ തൂങ്ങി നിൽക്കുന്ന രീതിയിലുമാണ് കണ്ടെത്തിയത്. മകൾക്ക് വിഷം കൊടുത്ത ശേഷം പവിശങ്കർ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. ആത്മഹത്യയാണെന്നാണ് കരുതുന്നതെന്നും എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെയേ മരണകാരണം വ്യക്തമാകൂവെന്നും പോലീസ് അറിയിച്ചു. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ആളാണ് പവിശങ്കർ. എന്നാൽ കുറച്ചുകാലമായി ജോലിയില്ലായിരുന്നു. പവിശങ്കറിന്റെ ഭാര്യ സ്നാഷയും ബന്ധു ശബരീഷുമാണ് മൃതദേഹം ആദ്യം കാണുന്നത്. ഇടപ്പള്ളിയിലെ ഷോപ്പിംഗ് മാളിലുള്ള ഒരു കടയിൽ ജോലി ചെയ്യുന്ന സ്നാഷ ജോലി കഴിഞ്ഞ ശേഷം രാത്രി 11:30 വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. പവിശങ്കറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. മകളെയും ഭർത്താവിനെയും കാണാതായതോടെ പരിഭ്രാന്തയായ സ്നാഷ രാത്രി തന്നെ പൂത്തോട്ടയിലുള്ള കസിന്റെ വീട്ടിലെത്തി. പുലർച്ചയോടെ തിരികെ എത്തി വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച പവിശങ്കറിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. എന്നാൽ സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. മനോനില തെറ്റുന്ന മക്കൾ മാതാപിതാക്കൾക്ക് എപ്പോഴും കണ്ണീരും വേദനയുമാണ് സമ്മാനിക്കുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിലെ സന്തോഷിൻ്റെ കാര്യവും ഇങ്ങനെയാണ്. പലപ്പോഴും വീട്ടിൽ പ്രശ്നമുണ്ടാക്കും, വലിയ പരാക്രമങ്ങൾ സൃഷ്ടിക്കും. സഹികെട്ട് കഴിയുമ്പോൾ വീട്ടുകാർ തന്നെ അയാളെ കെട്ടിയിടും. എന്നാൽ കഴിഞ്ഞ രാത്രി സന്തോഷിനെ കട്ടിലിൽ കെട്ടിയിട്ടിട്ടും അയാൾ പരാക്രമം തുടർന്നു. പിന്നാലെ അച്ഛൻ രാമകൃഷ്ണനും സഹോദരൻ സനലും ചേർന്ന് സന്തോഷിൻ്റെ തലയ്ക്കടിച്ചു. ഉടൻ തന്നെ യുവാവിൻ്റെ മരണം സംഭവിച്ചു.
സംഭവത്തിൽ അച്ഛനെയും സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശാസ്താംകോട്ടം മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്കിൽ വീട്ടിലുണ്ടായ സംഘർഷത്തിലാണ് 35-കാരൻ സന്തോഷ് കൊല്ലപ്പെട്ടത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായിരുന്നു സന്തോഷ്. സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവ് രാമകൃഷ്ണനെയും സന്തോഷിന്റെ മൂത്ത സഹോദരൻ സനലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. പലതവണ സന്തോഷിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആക്രമണം തുടർന്നതോടെ പിതാവും സഹോദരനും ചേർന്ന് ഇയാളെ കട്ടിലിൽ കെട്ടിയിടുകയായിരുന്നു. ബഹളം തുടരുന്നതിനിടെ കണ്ണിൽ മുളകുപൊടി വിതറിയ ശേഷം തലക്കടിച്ചു. മൂന്നാമത്തെ അടിയിൽ തലപൊട്ടി രക്തം വാർന്നതായി പോലീസ് പറയുന്നു. സന്തോഷ് കുമാറിന്റെ അച്ഛൻ രാവിലെ മെമ്പർ എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ വരികയും ഒരു 5:30 കാണും. 5:30 എൻ്റെ വീട്ടിൽ വന്നിട്ട് നിനക്ക് മകൻ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചവൻ പറഞ്ഞു അത് പിന്നെ അവൻ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ 10-12 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ ഭിത്തിയെ പിടിച്ച് തള്ളി തലയെന്ന് അടിച്ച് മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര സമയമായി കാണും? അത് ഇന്നലെ രാത്രി 8:30 പറഞ്ഞു. ഞാൻ ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയാൽ എന്താ? അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, എനിക്കിനി ജീവിക്കേണ്ട, എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകാന്നുള്ള തരത്തിലാണ് പുള്ളി പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ആരെ കണ്ടാണെന്ന് വെച്ചപ്പോൾ പുള്ളിയുടെ മൂത്ത മകനോടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ തൊട്ട് പുറകെ തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കട്ടിലെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. അടുത്ത് രക്തക്കറയൊക്കെ പറ്റിയിട്ടുണ്ട് ഭിത്തിയിലൊക്കെ. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ മൂത്ത മോനൂടെ ഉണ്ടായിരുന്നു. സംഭവത്തിന് ശേഷം വിവരം ആരെയും അറിയിക്കാതെ ഇരുവരും വീട്ടിൽ തുടരുകയായിരുന്നു. പുലർച്ചെയോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങുകയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. സന്തോഷിന്റെ അക്രമം സഹിക്കാനാവാതെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതികൾ നൽകിയ മൊഴി. ന്യൂസ് 18 കൊല്ലം. കാസർഗോഡ് കുമ്പട ജയിലിലെ പുഷ്പലത എന്ന വീട്ടമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഈ ചോദ്യം കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് നിഗമനം. ശരീരത്തിലെ പരുക്കുകൾ പിടിവലിക്കിടെ ഉണ്ടായതെന്നും പോലീസ് കണ്ടെത്തൽ. സംഭവം കവർച്ചയ്ക്കിടെയുള്ള കൊലപാതകമാണോ അതോ മരണത്തിൽ ദുരൂഹതയുണ്ടോ? കഴുത്തിലെ മാല കവർന്നെങ്കിലും വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമാകാത്തതിലാണ് സംശയം. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടാജെ മവ്വാർ ആജിലയിലെ വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന വയോധികയുടെ മരണം കൊലപാതകമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മവ്വാർ ആജിലയിലെ പരേതനായ വെങ്കപ്പ ഷെട്ടിയുടെ ഭാര്യ പുഷ്പലത വി ഷെട്ടിയെ വ്യാഴാഴ്ച രാവിലെയാണ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലുണ്ടായ പരിക്കുകൾ പിടിവലിക്കിടെ ഉണ്ടായതെന്നും കണ്ടെത്തലുണ്ട്. മോഷണത്തിനിടയിലുള്ള കൃത്യമെന്ന നിഗമനത്തിലാണ് പോലീസ്. പുഷ്പലതയുടെ 4 പവൻ തൂക്കമുള്ള സ്വർണത്തിന്റെ കരിമണിമാല നഷ്ടമായിരുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന സഹോദരി പുത്രിയാണ് മരണം സംബന്ധിച്ച് ബദിയടുക്ക പോലീസിൽ പരാതി നൽകിയത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ നിലത്ത് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. പ്രാഥമിക പരിശോധനയിൽ കഴുത്ത് ഞെരിച്ചതായി സംശയമുണ്ടായിരുന്നു. മുഖത്ത് കാണപ്പെട്ട മുറിവുകളും മരണത്തിൽ ദുരൂഹത ഉയർത്തി. മരണത്തിൽ സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടതോടെയാണ് മൃതദേഹം പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. കഴുത്തിലെ മാലയ്ക്ക് പുറമെ 4ലേറെ സ്വർണ്ണവളകളും പണവും വീടിനകത്തെ അലമാരയിൽ ഉണ്ടായിരുന്നു. മരണത്തിന് പിന്നിൽ കവർച്ചക്കാരാണെങ്കിൽ അലമാരയിലെ സ്വർണവും പണവും എടുക്കാമായിരുന്നില്ല എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ കവർച്ചക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിത ശ്രമം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു. പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടുമാണ് അന്വേഷണം.
ന്യൂസ് 18 കാസർഗോഡ്. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് കണ്ണൂർ പാട്യം UP സ്കൂൾ അധ്യാപിക അഷികയും ആ സ്കൂളിലെ തന്നെ ബസ് ഡ്രൈവർ ശരത്തും വിവാഹം കഴിച്ചത്. എന്നാൽ അവർ സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നില്ല കുടുംബജീവിതം. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തുടക്കം മുതൽ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ സംശയം, വീട്ടിൽ വഴക്ക് പതിവ്. അങ്ങനെ ഇടയ്ക്ക് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചതാണ്. പിന്നീട് പിണക്കമെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നീട് എന്താണ് ഇവരുടെ ദാമ്പത്യത്തിൽ സംഭവിച്ചതെന്നറിയില്ല. കഴിഞ്ഞ ദിവസം അഷികയെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. പരാതിയുമായി അധ്യാപികയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പാട്യം വെസ്റ്റ് UP സ്കൂൾ അധ്യാപികയായ അഷികയെ കുനിയിൽ ചമ്പടത്തുള്ള ഭർത്താവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ സ്കൂളിലെ ബസ് ഡ്രൈവറായ ശരത്താണ് അഷികയുടെ ഭർത്താവ്. പ്രണയവിവാഹിതരായ ഇവർക്കിടയിൽ മുൻപ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുടർന്ന് വിവാഹമോചനത്തിനൊരുങ്ങിയെങ്കിലും പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 31-കാരിയായ അഷികയുടെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും സത്യം പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് ബന്ധുക്കൾ പാനൂർ പോലീസിൽ പരാതി നൽകിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു. അഷികയുടേത് ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ദമ്പതിമാർക്ക് ഒരു മകനുണ്ട്. സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 കണ്ണൂർ. മലയാളികളുടെ മനസ്സിൽ ഇന്നും നീറുന്ന ഓർമ്മയാണ് കൊല്ലത്തെ വിസ്മയ എന്ന പെൺകുട്ടി. അവളുടെ മരണത്തിൻ്റെ ഉത്തരവാദിയായ ഭർത്താവ് കിരൺ വെറുക്കപ്പെട്ടവനാണ്. വിസ്മയ കേസിൽ 10 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യുവാവിന് ഈ അടുത്തിടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പണവും സ്വത്തുമെല്ലാം ഉള്ളവന് തൽക്കാലം രക്ഷപ്പെടാൻ കഴിയുമായിരിക്കും. എന്നാൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമോ? ജാമ്യം കിട്ടി വീട്ടിൽ കഴിയുന്ന കിരണിന് നേരെ നാട്ടുകാരായ യുവാക്കൾ ആക്രമണം നടത്തിയ സംഭവത്തിലേക്കാണ്. വിസ്മയ കേസിനെ കുറിച്ച് പറഞ്ഞാണ് കിരണിന് നേരെ ആക്രമണമുണ്ടായത്. മർദ്ദനത്തിൽ കിരണിന് പരിക്കേൽക്കുകയും മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 4 പേർക്കെതിരെ ശൂരനാട് പോലീസ് കേസെടുത്തു. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന യുവാക്കൾ വിസ്മയ കേസിനെ കുറിച്ച് പറഞ്ഞ് കിരണിനെ വെല്ലുവിളിക്കുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തതായാണ് പരാതി. മർദ്ദനത്തിൽ അവശനായ തന്റെ മൊബൈൽ ഫോൺ കവർന്ന ശേഷം യുവാക്കൾ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നുവെന്നും കിരണിന്റെ പരാതിയിൽ പറയുന്നു. ജനുവരി 12-ന് രാത്രിയോടെയായിരുന്നു സംഭവം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മർദ്ദനത്തിന് വിസ്മയ കേസുമായി നേരിട്ടുള്ള ബന്ധമില്ലെന്നും ശൂരനാട് പോലീസ് വ്യക്തമാക്കി. കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. പ്രതികളും പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. കിരണിന്റെ സുഹൃത്തെന്ന വ്യാജനയാണ് ശൂരനാട് പോലീസ് ഇവരെ വിളിച്ചത്. തങ്ങളും മദ്യപിച്ച് നിൽക്കുകയായിരുന്നുവെന്നും ഇങ്ങോട്ട് വന്ന് മോശമായി പെരുമാറിയതിനാൽ മർദ്ദിച്ചെന്നുമാണ് യുവാക്കൾ പറയുന്നത്. 2021 ജൂൺ 21-നാണ് BAMS വിദ്യാർത്ഥിനിയായ വിസ്മയെ ഭർത്താവായ കിരണിന്റെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 2020 മെയ് 20-നായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ കിരണിൽ നിന്നും നിരന്തരം പീഡനം നേരിട്ടതായും വിസ്മയ വീട്ടുകാരോട് വെളിപ്പെടുത്തിയിരുന്നു. വിസ്മയുടെ സന്ദേശങ്ങൾ ഉൾപ്പെടെ തെളിവുകളായി സമർപ്പിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കിരണിനെ അറസ്റ്റ് ചെയ്തു. കേസിൽ ഇയാൾക്ക് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ കിരൺ സുപ്രീം കോടതിയെ സമീപിക്കുകയും തുടർന്ന് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ന്യൂസ് 18 കൊല്ലം. CSR ഫണ്ടിന്റെ പേരിൽ സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഇരകൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവർക്ക് ലക്ഷങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ വിവിധയിടങ്ങളിൽ സമ്മിറ്റുകൾ നടത്തി ഇരകളെ വീഴ്ത്തിയായിരുന്നു തട്ടിപ്പ്. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി അടക്കം സമ്മിറ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിട്ടുണ്ട്. അതിനിടെ ബിജുവിൻ്റെ തട്ടിപ്പ് പുറത്തു വന്നതോടെ കാക്കനാട്ടെ ഓഫീസ് ഒഴിയാൻ കെട്ടിട ഉടമ
നോട്ടീസ് നൽകി. CSR ഫണ്ടിന്റെ പേരിൽ സന്നദ്ധ സംഘടനകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന ബിജു രാധാകൃഷ്ണന്റെ പുതിയ സാമ്രാജ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടത്. ഇടനിലക്കാരനെന്ന വ്യാജേന സന്നദ്ധ സംഘടനാ ഭാരവാഹിക്കൊപ്പം കാക്കനാട്ടെ മെറിഡിയൻ പ്രൊജക്ട് പ്രൊഫഷണൽസ് എന്ന സ്ഥാപനത്തിലെത്തിയ ഞങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളാണ് സ്ഥാപനത്തിന്റെ CEO എന്ന് പരിചയപ്പെടുത്തിയ ബിജു രാധാകൃഷ്ണൻ നൽകിയത്. ബിജു ജോർജ്, ബിജു പൗലോസ്, ബിജു വർഗീസ് തുടങ്ങിയ പേരുകളിലാണ് സോളാർ തട്ടിപ്പ് കേസ് പ്രതി ഇപ്പോൾ അറിയപ്പെടുന്നത്. ബിജുവിനെ കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തകൾക്ക് പിന്നാലെ തട്ടിപ്പിൽ പണം നഷ്ടമായ പലരും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് ബിജുവും കൂട്ടാളികളും തമിഴ്നാട് കേന്ദ്രീകരിച്ചും വമ്പൻ തട്ടിപ്പ് നടത്തിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ചെന്നൈയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പോണ്ടിച്ചേരി, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിൽ CSR സമിറ്റ് എന്ന പേരിൽ പരിപാടികൾ നടത്തിയും ഇടപാടുകാരെ കണ്ടെത്തി. കോടികളുടെ ധനസഹായം പ്രതീക്ഷിച്ച് ബിജുവിന് മുൻകൂർ പണം നൽകിയവർക്ക് ഫണ്ടോ പണമോ ലഭിച്ചിട്ടില്ല. ഇടപാടുകാരിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനായി മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയെ അടക്കം മുഖ്യാതിഥിയായി ചടങ്ങിനെത്തിച്ചു. സമിറ്റുകളുടെ ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. ബിജുവിന്റെ തട്ടിപ്പ് സ്ഥാപനത്തിൽ പണം നൽകി ലക്ഷങ്ങൾ നഷ്ടമായ മലപ്പുറം സ്വദേശി റിൽഷാദും അങ്കമാലി സ്വദേശി ഏലിയാസും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. DGPക്ക് കൈമാറിയ പരാതി കൊച്ചി സിറ്റി പോലീസിന് കൈമാറി. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വിവരശേഖരണം നടത്താനെത്തിയെങ്കിലും ബിജുവിന്റെ കാക്കനാട്ടെയും പനമ്പള്ളി നഗറിലെയും ഓഫീസുകൾ അടഞ്ഞുകിടക്കുകയാണ്. ന്യൂസ് 18ലൂടെ ബിജുവിന്റെ തനിനിറം വ്യക്തമായതോടെ കാക്കനാട്ടെ ഓഫീസ് കെട്ടിടം ഒഴിയാനായി കെട്ടിട ഉടമ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ 15-കാരനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം. മരിച്ച സുമന്തിന്റെ തലയിൽ വാൾ പോലുള്ള ആയുധം കൊണ്ടുള്ള 3 മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. കുട്ടിയെ പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കാമെന്ന് നാട്ടുകാർക്കിടയിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബെൽത്തങ്ങാടിയിലെ 15-കാരന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. മരണപ്പെട്ട സുമന്തിന്റെ തലയിൽ 3 മുറിവുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. വാൾ പോലുള്ള ആയുധം കൊണ്ടാണ് വെട്ടേറ്റതെന്നാണ് നിഗമനം. കുളത്തിൽ വീണ കുട്ടി പിന്നീട് ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതോടെ മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മംഗളൂരുവിലെ ജില്ലാ വെൻലോക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആയുധം കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് കുളത്തിൽ തള്ളിയതാകാമെന്നും സംശയിക്കുന്നു. ആദ്യം കുട്ടിയെ പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കുമെന്ന് നാട്ടുകാർക്കിടയിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് സുമന്തിനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. ഒടിനാല സാമ്പോലിയയിലുള്ള വീടിനടുത്തുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ ധനുപൂജയിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ സുമന്തിനെ കാണാതാവുകയായിരുന്നു. കുളത്തിന് സമീപത്ത് രക്തക്കറ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. സുമന്തിന്റെ മൃതദേഹം കണ്ടെത്തിയ കുളവും പരിസരവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ബെൽത്തങ്ങാടി ഡെപ്യൂട്ടി SP CK രോഹിണിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വേണൂർ, ബെൽത്തങ്ങാടി, പുഞ്ചൽക്കട്ടെ, ധർമ്മസ്ഥല എന്നീ സ്റ്റേഷനുകളിലെ പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.
പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് അർദ്ധരാത്രിയിൽ റോഡ് തടഞ്ഞ് കാപ്പ കേസ് പ്രതിയുടെ അഴിഞ്ഞാട്ടം. ചോദ്യം ചെയ്ത 2 യുവാക്കൾക്ക് കുത്തേറ്റ്. പിടികൂടാനെത്തിയ പെരിന്തൽമണ്ണ CIക്കും സിവിൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റിട്ടുണ്ട്. ബലപ്രയോഗത്തിനൊടുവിൽ നാടകീയമായാണ് പ്രതി അജ്നാസിനെ പെരിന്തൽമണ്ണ പോലീസ് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തത്. മുൻപ് കാപ്പ കേസിൽ പ്രതിയായ ഇയാൾ കഴിഞ്ഞ ദിവസമാണ് തിരിച്ച് നാട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി അങ്ങാടിപ്പുറം ബാറിനടുത്ത് വെച്ചാണ് സംഭവം. മദ്യലഹരിയിലായിരുന്ന അജ്നാസ് റോഡിന് പുറകെ ബൈക്ക് നിർത്തിയിട്ടിരുന്നു. ബൈക്ക് മാറ്റിയിടാൻ കാറിൽ വന്ന വലമ്പൂർ സ്വദേശികളായ സന്ദീപും വിജേഷും ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ സന്ദീപിനെയും വിജേഷിനെയും കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. സന്ദീപിന്റെ കൈക്കും വിജേഷിന്റെ തലയിലുമാണ് പരിക്കേറ്റത്. ആദ്യം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഇയാളെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിനെയും അജ്നാസ് ആക്രമിച്ചു. CI സുമേഷ് സുധാകരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേന്ദ്രബാബു എന്നിവർക്ക് പരിക്കേറ്റു. ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇയാൾ ബാറിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നും അവിടെ നിന്നും പൊട്ടിച്ച ഗ്ലാസ് ഉപയോഗിച്ചാണ് അക്രമം നടത്തിയതെന്നും പോലീസ് പറയുന്നു. കുറേ കേസുകളുണ്ട് ഇങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ. ഇന്നലെ ബാറിൽ വെച്ചിട്ട് ആദ്യം പ്രശ്നമുണ്ടായി. ബാറിൻ്റെ അത് ചില്ലൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ആ ചില്ലുമായിട്ട് വെളിയിലിറങ്ങിയിട്ട് ഇവന് മുൻപരിചയമൊന്നുമില്ല. മുൻപരിചയമില്ല. വേറെ ബാറിൽ വെച്ചിട്ടുണ്ടായ എന്തോ കാര്യത്തിൻ്റെ പേരിൽ വൈരാഗ്യത്തിന് 2 പേരെ പരിക്കെന്ന് പറഞ്ഞാൽ നല്ല ഗുരുതരമാണ്. ഒരാളുടെ തലയൊക്കെ പൊളിഞ്ഞു പോയി, ഒരാളുടെ ദേഹവും കൈയും ഒക്കെ കൂടെ മൊത്തം കുത്തിക്കീറി. അതിനുശേഷം റോഡിൽ നിന്ന് ബാക്കിയുള്ളവരെ മുഴുവൻ വെല്ലുവിളിച്ച് അതുവഴി പോകുന്ന എല്ലാ ആൾക്കാരെയും കുത്താനും വെട്ടാനും നിന്ന്. കാരണം നമ്മൾ പൊതുജനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇവനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് പോലീസുകാർക്കും ചെറിയ പരിക്കൊക്കെ പറ്റി. ഞങ്ങളും ചികിത്സ തേടി അവനെയും മെഡിക്കൽ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്നിപ്പം നമ്മൾ കൊലപാതക സംഭവത്തിന് കേസെടുത്തിട്ടുണ്ട്. നിരവധി കേസുകൾ, ഒരുപാട് കേസുകൾ 2 പ്രാവശ്യം കാപ്പ പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ളതാണ്. അതിനുശേഷം കാപ്പയ്ക്ക് ശേഷം ഇറങ്ങിയതാണ്. പിന്നെ ഈ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വധശ്രമത്തിനാണ് അജ്നാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മുൻപ് കാപ്പ കേസുകളിൽ പ്രതിയായ ഇയാൾ കഴിഞ്ഞ ദിവസമാണ് തിരിച്ച് നാട്ടിലെത്തിയത്. ന്യൂസ് 18 മലപ്പുറം. കള്ളുകുടിച്ച് ലക്കുകെട്ട് റോഡിൽ കിടക്കുന്നവരെ പലയിടത്തും കാണാറുണ്ടല്ലേ? എന്നാൽ കഞ്ചാവ് ഉണക്കാനിട്ട ശേഷം കിടന്നുറങ്ങിയ ഒരു യുവാവിനെ കണ്ടു കോഴിക്കോട് ബീച്ചിൽ. ഷൂ അഴിച്ചു വെച്ച് ഹെൽമറ്റും സമീപം വെച്ച ശേഷമാണ് ഇയാൾ പായ വിരിച്ചുറങ്ങിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിന് പിന്നാലെ പോലീസ് എത്തി യുവാവിനെ പൊക്കി. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയാണ് കഞ്ചാവ് ഉണക്കാനായിട്ടതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. പുലർച്ചെ കോഴിക്കോട് ബീച്ചിലാണ് കൗതുകകരമായ സംഭവം നടന്നത്. ബീച്ചിലെ മണൽപ്പരപ്പിൽ പേപ്പർ വിരിച്ച് അതിൽ കഞ്ചാവിലകൾ ഉണങ്ങാനായി നിരത്തിയിട്ട ശേഷം തൊട്ടടുത്ത് തന്നെ പായ വിരിച്ച് കിടന്നുറങ്ങുകയായിരുന്നു മുഹമ്മദ് റാഫി. പ്രഭാത സവാരിക്കായി ബീച്ചിലെത്തിയവരാണ് രാവിലെ ഈ കാഴ്ച കണ്ട് പോലീസിനെ വിവരമറിയിച്ചത്. സ്ഥലത്തെത്തിയ വെള്ളയിൽ പോലീസ് യുവാവിനെ വിളിച്ചുണർത്തി കസ്റ്റഡിയിലെടുത്തു. സ്വന്തമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് കഞ്ചാവ് ഉണക്കാനിട്ടതെന്നാണ് പ്രതി റാഫി പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിൽ റാഫിക്കെതിരെ കേസെടുത്തു. മുഹമ്മദ് റാഫി നേരത്തെയും കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ്. ഉണക്കാനിട്ട കഞ്ചാവിന്റെ തൂക്കം ലഭ്യമായിട്ടില്ല. ഇതെവിടെ നിന്ന് ലഭിച്ചുവെന്നറിയാൻ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾക്ക് ലഹരി വിൽപ്പന സംഘവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിരന്തരം പോലീസ് പട്രോളിംഗ് നടക്കുന്ന തിരക്കേറിയ മേഖലയിൽ ഒരാൾ കഞ്ചാവുമായി കിടന്നുറങ്ങിയതോടെ പോലീസിനെതിരെയും വിമർശനമുയരുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സർക്കാർ സ്കൂളിൽ നടന്ന മോഷണ കേസാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 5ലേറെ ലാപ്ടോപ്പുകൾ മോഷണം പോയി. സ്കൂളിൻ്റെ ഓഫീസ് മുറി, ക്ലാസ് മുറികൾ, ഗോഡൌൺ എന്നിവ കുത്തിത്തുറന്ന നിലയിലാണ്. കുട്ടികളുടെ സഞ്ചയിക സമ്പാദ്യ പദ്ധതിയിലെ പണവും കവർന്നു. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കാഞ്ഞങ്ങാട് അതിഞ്ഞാലിലെ അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിലാണ് മോഷണം. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 5ലേറെ ലാപ്ടോപ്പുകളും പണവും കവർന്നു. സ്കൂളിന്റെ ഓഫീസ് മുറി, ക്ലാസ് റൂം, ഗോഡൌണും കുത്തിത്തുറന്ന നിലയിലാണ്. രാവിലെ ജീവനക്കാരൻ തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത്. ഇത് നമ്മുടെ സ്കൂളിൽ ഇന്നലെ വൈകുന്നേരം 6:30 വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഹെഡ് മാഷ് ഇന്നലെ ഞങ്ങൾക്ക് ടൂറായിരുന്നു. അപ്പോൾ സ്കൂള് ഇന്നലെ 6:30ക്കാണ് അടച്ചിട്ട് മാഷ് പോയത്. ഇന്ന് രാവിലെ PTCM വന്ന് റൂം തുറക്കാൻ നോക്കുമ്പോഴാണ് എല്ലാം പൊളിച്ചിട്ടിട്ട് കണ്ടത്. ഓഫീസ് റൂമിൽ നിന്ന് ലാപ്ടോപ്പുകളൊക്കെ നഷ്ടപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഞ്ജയ്കയുടെ പൈസ ഉണ്ടായിരുന്നു, ആ ഷെൽഫും തുറന്നിട്ടിട്ട് കാണുന്നുണ്ട്. പ്രീ പ്രൈമറിയുടെ ഒരു ക്ലാസ് റൂം തുറന്നിട്ടതായിട്ട് കാണുന്നുണ്ട്. ഹോസ്ദുർഗ് പോലീസിൽ പ്രധാന അധ്യാപകൻ പരാതി നൽകി. കുട്ടികളുടെ സഞ്ജയിക സമ്പാദ്യ പദ്ധതിയിലെ പണമാണ് മോഷ്ടാവ് കൊണ്ടുപോയത്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുന്ന യുവതികൾ സൈബറിടത്തിൽ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് പോലീസ്. പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തക രഞ്ജിത പുളിക്കൻ അറസ്റ്റിലായി. അതിനിടെ 3ാം ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. രാഹുലിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ യുവതി ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമെന്നും പറയുന്നു. പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്തത് രാഷ്ട്രീയ വേട്ടയാടലെന്നാണ് ഫെനി ഫേസ്ബുക്കിൽ പ്രതികരിച്ചത്. ഫെനി നൈനാൻ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടതിനു പിന്നാലെയാണ് ആരോപണങ്ങൾക്ക് മറുപടിയുമായി പരാതിക്കാരി രംഗത്തെത്തിയത്. തന്റെ സ്വകാര്യ ചാറ്റുകൾ അപൂർണമായി പുറത്തുവിട്ടത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണെന്ന് യുവതി പ്രതികരിച്ചു. രാഹുലിനെതിരായ പരാതികൾ തടയാൻ ലക്ഷ്യമിട്ടാണ് ഫെനിയുടെ നീക്കം. 2024 മെയ്യിൽ രാഹുലിൽ നിന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദം മൂലമാണ് തന്റെ ഗർഭം അലസിപ്പോയത്. രാഹുലിൽ നിന്ന് നേരിട്ട ദുരിതങ്ങൾ ഫെനിയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിലും ഇതാരോടും പറയരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് വിശദമായി സംസാരിക്കാൻ 3-4 മണിക്കൂർ സമയം വേണമെന്നാവശ്യപ്പെട്ടത്. അതല്ലാതെ വീണ്ടും ശാരീരിക ബന്ധത്തിനായല്ല. ചാറ്റിലെ ചെറിയ ഭാഗം മാത്രം പുറത്തുവിട്ട് തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാനാണ് ഫെനി ശ്രമിച്ചതെന്നും യുവതി ആരോപിച്ചു. പരാതി നേരത്തെ തന്നെ കൊടുത്തിരുന്നെങ്കിൽ മറ്റ് 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവുമായിരുന്നില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. രാഹുല് എനിക്കത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആൾ ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല. എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകാം. ഫെനിയാണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. അപ്പോൾ രാഹുലിൻ്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുന്നതും കൂടി ചെയ്യാമല്ലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതേസമയം അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്തത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും കേസ് വന്നതുകൊണ്ട് പിന്നോട്ടു പോവില്ലെന്നും ഫെനി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. അതിനിടെ കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തക രഞ്ജിത പുളിക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരാതിക്കാരിയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ ഇവർ പോസ്റ്റ് ഇട്ടിരുന്നു. പത്തനംതിട്ട സൈബർ പോലീസ് കോട്ടയത്ത് ബന്ധുവീട്ടിലെത്തിയാണ് രഞ്ജിതയെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആദ്യ കേസ് വന്നപ്പോൾ തന്നെ രഞ്ജിത രാഹുലിനെ അനുകൂലിച്ചും പരാതിക്കാരിയെ അധിക്ഷേപിച്ചും രംഗത്തെത്തിയിരുന്നു. അന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തെങ്കിലും ആ കേസിൽ ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു. രാഹുലിനെതിരെ 3ാമതും പരാതി വന്നപ്പോഴും രഞ്ജിത സൈബർ അധിക്ഷേപം നടത്തി.
അതിന് പിന്നാലെയാണ് അറസ്റ്റ്. ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ശനിയാഴ്ച വിധി പറയും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം പൂർത്തിയായി. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം. പ്രോസിക്യൂഷനാണ് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത്. അതിജീവിതയുടെ മൊഴിയെടുത്തതിന്റെ വീഡിയോ പ്രോസിക്യൂഷൻ CD-യിലാക്കി കോടതിയിൽ സമർപ്പിച്ചു. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമാണ് CD സമർപ്പിച്ചത്. കേസ് അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം പറയുക. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയും അപേക്ഷ നൽകിയിട്ടുണ്ട്. നിലവിൽ വിദേശത്താണ് താൻ ഉള്ളതെന്നും നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതിനാൽ കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പത്തനംതിട്ട സ്വദേശിയും വിവാഹിതയുമായ യുവതിയുടെ പരാതിയിലാണ് നിലവിൽ രാഹുൽ റിമാൻഡിൽ കഴിയുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഗുണ്ടാത്തലവൻ ആൽത്തറ വിനീഷ് വധക്കേസിൽ വനിതാ ഗുണ്ട ശോഭ ജോൺ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. തിരുവനന്തപുരം 5ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശോഭയെയും അനിൽകുമാർ, രാജേന്ദ്രൻ, രതീഷ്, ചന്ദ്രബോസ്, സാജു, വിമൽ, രാധാകൃഷ്ണൻ എന്നിവരെയും വെറുതെ വിട്ടത്. കൊല്ലം ചിതറയിൽ എക്സൈസിന്റെ ചാരായ വേട്ട. 52 ലിറ്ററോളം ചാരായവും വാറ്റുപകരണങ്ങളുമായി പിടിയിലായത് മാങ്കോട് പെരിങ്ങാട് സ്വദേശി ബാബു റാവുത്തർ. ഇടുക്കി അടിമാലിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടത്തിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹത്തിന് 2 ആഴ്ചയോളം പഴക്കം തോന്നിക്കുമെന്ന് പോലീസ്. പാലക്കാട് പരതൂരിൽ സ്വർണമെന്ന് കരുതി മുക്കുപണ്ടങ്ങൾ കവർന്നു. കൊടുമുണ്ട സ്വദേശി മുജീബ് റഹ്മാന്റെ വീട്ടിൽ നടന്ന കവർച്ചയിൽ തൃത്താല പോലീസ് അന്വേഷണം തുടങ്ങി. വയനാട് ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ചീയമ്പം ഭാഗത്ത് 5-അംഗ വേട്ട സംഘം 2 പുള്ളിമാനുകളുടെ ജഡവും തോക്കും തിരകളുമായി പിടിയിൽ. സാഹസികമായി പിടികൂടിയത് ജോസ് മാത്യു, സിബി PS, രജി PJ, എൽദോസ് KM, ജോസഫ് സെബാസ്റ്റ്യൻ എന്നിവരെ. കണ്ണൂർ പാനൂരിൽ സ്കൂൾ ലാബിൽ ക്ലാർക്കിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാർക്ക് ഷിബിനാണ് മരിച്ചത്. നമ്മളൊക്കെ വീട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ? നിങ്ങളുടെ കുടുംബജീവിതം എത്രത്തോളം സന്തുഷ്ടിയുള്ളതാണ് ചിന്തിക്കാറുണ്ടോ? ഇക്കാലത്ത് ഒരു മനുഷ്യനെ മാനസികമായി തകർക്കുന്നത് വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും. ദാമ്പത്യ തർക്കം, സാമ്പത്തിക ബാധ്യത, മക്കളെക്കുറിച്ചുള്ള ആകുലത ഓർക്കുമ്പോൾ തന്നെ തല പെരുക്കുന്നുണ്ടല്ലേ? എത്രയോ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നവരാണ് നമ്മൾ. പിന്നീട് ഇടക്കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാറുണ്ടോ? സ്നേഹവും സഹാനുഭൂതിയും സംഭാഷണങ്ങളുമൊക്കെ കുടുംബങ്ങളിൽ ഇല്ലാതായി. പലരും സോഷ്യൽ മീഡിയയിലെ സൗഹൃദങ്ങളിലേക്ക് ചുരുങ്ങി. നമ്മുടെ മാത്രം സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇത് വീട്ടിലെ കലഹങ്ങൾക്ക് കാരണമായി. ആ പഴയ സമാധാന അന്തരീക്ഷം വീടുകളിൽ ആവശ്യമല്ല. അതിനൊരു വഴിയേ ഉള്ളൂ. പരിധികളില്ലാതെ സ്നേഹിക്കുക, പരാതികളില്ലാതെ മനസ്സിലാക്കുക. അങ്ങനെ ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ കഴിയട്ടെ. ഇതൊരു പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.